Subscribe to the Blessing Today YouTube channel right now. 3 സാക്ഷ്യങ്ങളാണ് ഈ കുടുംബത്തിനുള്ളത്. കഴിഞ്ഞ വർഷം കർത്താവ് ചെയ്ത അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ അരികിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് അനിത മുരളി എന്നാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അജിത ബിനു. തനിക്ക് ഒരു സഹോദരിയും കൂടിയുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല. ഈ സാക്ഷ്യം എന്നുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഇതേ ഹോളിൽ വെച്ച് നടന്നപ്പോൾ പറഞ്ഞ സാക്ഷ്യമാണ്. അനിത സിസ്റ്റർ പറയുന്നത് ഇതാണ്: തനിക്ക് കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മൂത്രത്തിലൂടെ തനിക്ക് ബ്ലഡ് പോകുമായിരുന്നു. അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രഷർ വല്ലാതെ വർദ്ധിച്ചു. ക്രിയാറ്റിൻ ലെവൽ സാധാരണ രീതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് 8 ആണ്. പക്ഷേ അത് കുറഞ്ഞ് 5 വന്നു. അതിനെ തുടർന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ താൻ സ്ഥിരമായി നമ്മുടെ ബ്ലെസ്സിൻ്റെ കാണുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ബ്ലെസ്സിൻ്റെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഡാമിയൻ ബ്രദർ പ്രധാന പ്രാർത്ഥനയുടെ സമയത്ത് ഇപ്രകാരം പറഞ്ഞു: ക്രിയാറ്റിൻ ലെവൽ കുറവായ ഒരു സഹോദരി വല്ലാതെ ഒരു വിഷമഘട്ടത്തിലായിരിക്കുകയാണ്. കർത്താവ് സൗഖ്യമാക്കുകയാണ്. ക്രിയാറ്റിൻ നോർമൽ ലെവലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം സംഭവിച്ച കാര്യമെന്നുള്ളത്, തൻ്റെ 5 ക്രിയാറ്റിൻ ലെവൽ വർദ്ധിക്കുവാൻ തുടങ്ങി. തൻ്റെ മൂത്രത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥകൾക്ക് മാറ്റം നൽകി. അതിനിടയിൽ ഈ ക്രിയാറ്റിൻ ലെവലെല്ലാം കുറഞ്ഞത് മുഖാന്തരം തൻ്റെ ശരീരത്തിൽ നീര് വന്ന് വീർത്തിരുന്നു. അപ്പോൾ തന്നെയും തൻ്റെ പ്രഷറിൻ്റെ അളവ് വല്ലാത്ത രീതിയിൽ ഉയർന്നിരുന്നു. ഇതിനിടയിൽ മറ്റൊരു ദിവസം ഷമാൻഡി ബ്ലെസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു: അനിത എന്ന് പറയുന്ന ഒരു വ്യക്തി BP മൂലം തൻ്റെ ശരീരത്തിൽ നീരും വല്ലാതെ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ 2 പ്രാർത്ഥനയുടെ ഫലമായിട്ട് തൻ്റെ ക്രിയാറ്റിൻ ലെവൽ ആദ്യമേ തന്നെ വർദ്ധിച്ചു. രണ്ടാമത് തൻ്റെ ശരീരത്തിലെ BP ലെവൽ നോർമലായി. അതിനുശേഷം തൻ്റെ ശരീരത്തിലെ സകല നീരുകളും വറ്റിപ്പോയി. ഇന്ന് 1.5 വർഷമായി തൻ്റെ കിഡ്നിക്ക് യാതൊരുവിധ പ്രോബ്ലമില്ല. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമായിട്ട് താൻ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. താൻ ചെയ്തത്, താൻ പാലക്കാട് ബ്ലെസ്സഡ് സെൻ്ററിൽ വരികയും താൻ ഇന്നൊരു ശുശ്രൂഷകയുമാണ്. ആ വലിയ വിടുതലിന് ശേഷം യേശുവിനോടുള്ള നന്ദിയിൽ തുടർച്ചയായി ബ്ലെസ്സിംഗ് സെൻ്ററിൽ പോകുന്നു, ആരാധിക്കുന്നു, ബാഡ്ജ് ധരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കർത്താവിനോടുള്ള നന്ദിയാണ് അതിൽ നിന്ന് കാണുന്നത്. ഇത് ഇന്നും നിലനിൽക്കുന്ന സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് അജിത ബിനു, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്ന് പറയുന്നത്, വിവാഹശേഷം 4 മാസം കഴിഞ്ഞ് താൻ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പെട്ടെന്നൊരു BP കൂടി ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്ന് നേരെ ആശുപത്രിയിൽ പോയി. അവിടെ ചികിത്സിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഒരു 15 ദിവസം നോക്കിയിട്ട് നമ്മൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി ചേച്ചി കടയിൽ പോകുന്ന വഴിക്ക് അനിയത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അനിയത്തി ഈ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ചെയ്തത്, തൻ്റെ കയ്യിൽ ഒരു പ്രേ ഡയറി ഉണ്ട്. ഇത് പ്രേ ഡയറി ശരിക്കും ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഇത് കണ്ടാൽ അറിയാം. കാരണം ഇവിടെ വ്യക്തമായി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. ഇതിൽ എഴുതി ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മേലും വരണമേ. എൻ്റെ സഹോദരി അജിതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവൾ ഗർഭം ധരിച്ചതിനാൽ രോഗമല്ല, ശാപം മുഴുവൻ എന്ത് തന്നെയായാലും യേശുവിൻ്റെ നാമത്തിൽ അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ മേൽ ഒരു ആപത്തും സംഭവിക്കരുത്. അങ്ങയുടെ കാര്യങ്ങൾ എൻ്റെ സഹോദരി അജിതയുടെ ഗർഭപാത്രത്തിൽ സ്പർശിക്കണമേ. ആദ്യമായി ഉണ്ടായ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ തന്നെ നൽകണമേ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അതിനുശേഷം ഇവിടെ 23ാമത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ഉള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തു. പിന്നീട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം വലിയൊരു മാറ്റം വന്നു. പക്ഷേ 8ാമത്തെ മാസത്തിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് ഇവിടെ എഴുതി തന്നിരിക്കുന്നത് 1.5 കിലോ തൂക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനിച്ച സമയത്ത് അത് 8ാമത്തെ മാസം ആരംഭത്തിലാണ്. ആ സമയത്ത് തന്നെ ഈ ചേച്ചി ചെയ്തത്, നമ്മൾ കൊച്ചിയിൽ പ്രയർ കോൾ സെന്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് ഈ കുഞ്ഞ് കയ്യിലിരിക്കുമ്പോൾ അതിന് ഇവർ പറയുന്നത് 6.5 കിലോഗ്രാം തൂക്കമുണ്ട്. 4 മാസമായി ഈ ലോകത്ത് തന്നെ മാറ്റപ്പെടേണ്ട ഒരു കുഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ഡാമിയമ്പറിന്റെ തൊട്ടരികിൽ ഇന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിർത്തിയിരിക്കുകയാണ്. ഇനി അനിയത്തിയുടെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. അപ്പൻഡിക്സിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഇത് വേറെ വന്നിട്ടില്ല. അപ്പോൾ വയറ്റിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ട് കയറി വരുന്ന പോലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ അപ്പൻഡിക്സ് ആണ്, BP കൂടുതലാണെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഛർദിലും മറ്റുള്ള പ്രശ്നമായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ഈ സഹോദരി പ്രേഡയിൽ എഴുതി
എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു, രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ വേണ്ടി വന്നില്ല, മറ്റൊരു കാരണവും മരുന്നും കഴിക്കേണ്ടി വന്നില്ല, പൂർണ്ണമായി സൗഖ്യമായി. 3 സാക്ഷ്യങ്ങളാണ് കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. കർത്താവെ, ഈ ഒരു കുടുംബത്തിൽ 3 സഹോദരിമാർക്ക് വേണ്ടി ചെയ്ത 3 അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അതോടൊപ്പം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഇത് മാധ്യമങ്ങളിലൂടെ കാണുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ വലിയ അത്ഭുതം കർത്താവെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.